ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. കപ്പുറത്തുനിന്ന് പാടിയപ്പം കടപ്പുറന്ന് കിടന്ന് വള്ളവും വലയെടുത്തുകൊണ്ട് എൻ്റെ കൂടെ പോകുന്നതാണ് എൻ്റെ വൈഫ്. എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൂടെ പോരും. കാര്യം അവൾ യാത്രയെ അത്രയേറെ സ്നേഹിക്കുന്നവളാണ്. യാത്രയെ അവൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, എല്ലാവർക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഈ യാത്രയ്ക്ക് പുറപ്പെടുമ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ് ശകുനം നോക്കി പുറപ്പെടുക. ഇതിനകത്ത് ഏറ്റവും മെയിനാണ് പൂച്ച വട്ടം ചാടണം എന്നൊരു പ്രശ്നം. ഞാൻ എവിടെ പോയാലും ഒരു പൂച്ച വട്ടം ചാടും. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരാണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് പൂച്ച ഉണ്ടാകുന്ന നോക്കിയിട്ട് പോകാമെന്ന്. ഞാനും അമ്മയും കൂടി ഒരു 10 മിനിറ്റോളം നോക്കിയിട്ടും പൂച്ചയില്ലേ. ഞാൻ ഇറങ്ങാൻ നേരത്ത് പൂച്ച ഗേറ്റിൻ്റെ അവിടെ പാത്തിരിക്കണം. ഞാൻ പോയിട്ട് വേണം പൂച്ചക്ക് പോയി മീന്തല തിന്നെ. പൂച്ച വരെ ശകുനം നോക്കി തുടങ്ങിയിരിക്കണം. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് വൈഫും പെങ്ങളും കൂടി നോക്കണ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫുഡ്. ഏറ്റവും ടോപ്പ് ഫുഡ് കിട്ടണം. ഞങ്ങളൊരു ട്രിപ്പ് പോയി 40 കിലോമീറ്റർ ഉള്ളിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ച് കൈ കഴുകി വെച്ച് വന്നപ്പം ചേട്ടാ അമ്മ ബാഗ് തുറന്നിട്ട് ചമ്മന്തിപ്പൊടി, പുളിശ്ശേരി, 10ന്റെ ക്യാനകത്ത് ജീരകവെള്ളം, ഹോട്ടലിലെ ഫുഡ് കഴിക്കരുതെന്ന്. എന്തോരം ഉള്ളിലേക്ക് പോയാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛന് ഈ പ്രശ്നമൊന്നുമില്ല. കാര്യം പുള്ളി യാത്രക്ക് വരില്ല. പുള്ളി യാത്ര ചെയ്ത് കഴിഞ്ഞെന്നാൽ വാള് വെക്കും. പക്ഷേ ഡെയിലി 3 പെഗടിച്ചിട്ട് വാള് വെക്കും. അത് ഇതുവരെ നിർത്തിയിട്ടുമില്ല പുള്ളിക്കാരൻ. എല്ലാ ദിവസവും വെള്ളം അടിക്കും. എന്നിട്ട് ട്രിപ്പ് ഇടാൻ വേണ്ടി ആശുപത്രി പോകും. എന്നാലും നമ്മുടെ കൂടെ ഒരു ട്രിപ്പിനും വരില്ല. പക്ഷെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. ഇവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടൂറ് എന്ന് പറയുമ്പോൾ തന്നെ, ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കുപ്പി പൊട്ടിക്കുന്ന ടീമാണ്. ഇവർ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ അടി തുടങ്ങും. പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഡ്രൈവർ വിളിക്കുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. ആകപ്പാട് മിച്ചം കിട്ടണമെന്ന് പറഞ്ഞാൽ ഏതോ അബോധാവസ്ഥയിൽ ഒരു ടർക്കി കൊടുത്ത് ഏതോ വെള്ളച്ചാട്ടത്തിൽ നിന്നെടുത്ത് ഒരു ഫോട്ടോ ഡ്രൈവർ കൊടുക്കും. അതാണ് മിച്ചമുള്ളത്. പിന്നെ ചില ആൾക്കാരുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളാണേലും നമുക്ക് കുട്ടികളുണ്ടെങ്കിലും രക്ഷകർത്താക്കൾക്ക് ടെൻഷനുള്ളൊരു മേഖലയാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്. ടെൻഷൻ പഠിക്കണം, പൈസയും മുടക്കണം. പക്ഷേ പൈസ മുടക്കിയിട്ട് ടെൻഷൻ മാത്രം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണം. പഠനയാത്രയെന്ന് ബോർഡ് വെച്ചിട്ട് പലിശക്ക് പൈസ എടുത്ത് പിള്ളേരെ വിടും. ഇവർ തിരിച്ചു വന്നിട്ട് വീഡിയോ കാണുമ്പോൾ പല അച്ഛന്മാരും ഓർത്തിട്ടുണ്ട്, വീഗാലാൻഡിൽ പോയി ഊഞ്ഞാലാടിയിട്ട് എന്തൂന്നാ പഠിക്കണേന്ന്. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എവിടെ പോയെന്ന് പറഞ്ഞാലും എന്തേലും ഒരു സാധനം കൊണ്ടുവരണം. മരുഭൂമി പോയി കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുവരണം, മല കാണാൻ പോയി കഴിഞ്ഞാൽ പാറ കൊണ്ടുവരണം, മലയിൽ പോയാൽ പുലിപ്പല്ലി കൊണ്ടുവരണം. പക്ഷേ നമ്മുടെ ഒരു അമ്മാവൻ്റെ മകൻ മണലുവാരി വെച്ച കാശും കൊണ്ട് മണാലിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഇവൻ എന്തോ കൊണ്ടുവന്നു. പക്ഷേ എന്താന്ന് പിടികിട്ടില്ല. പക്ഷെ അമ്മാവൻ ആർക്കോ ഒരു എഴുത്തെഴുതിയിട്ട് ഇല്ലൻ്റിലൊട്ടിക്കാൻ ഇവൻ കൊണ്ടുവന്ന 2 സ്റ്റാമ്പ് എടുത്ത് നാക്കിലൊട്ടിച്ച് അമ്മാവൻ്റെ ബോധം പോയി 3 ദിവസം കിടന്നപ്പോഴാണ് അറിയണത് ഇവൻ എന്തോന്നാ അവിടുന്ന് കൊണ്ടുവന്നതെന്ന്. പക്ഷെ അവനെ ഇപ്പം കാക്കിക്കാരി കൊണ്ട കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. അമ്മാവൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാം. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാണ്ട് അങ്ങനെ വൈൽഡ് ലൈഫ് അല്ല. പുള്ളിക്ക് പോയിട്ട് കാടിനെ കുറിച്ച് അറിയുക, കാടിനെ കുറിച്ച് പഠിക്കുക. ഇതാണ് പുള്ളിക്കാരൻ്റെ സെറ്റപ്പ്. പുള്ളി കാട് കയറിപ്പോയി. അതിൽ ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മായിയും യാത്ര തുടർന്നു. പക്ഷെ അമ്മായി യാത്ര തുടർന്നത് അമ്മായിക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായിയുടെ ഒരാവശ്യം സാധിച്ചു കൊടുത്ത് അമ്മായിക്ക് വിധവാ പെൻഷൻ സെറ്റായി. പക്ഷേ രണ്ടാമത് ഇപ്പോഴും അമ്മായി യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അമ്മാവനെ ആന ചവിട്ടിയാണോ കടുവ കടിച്ചാണോ കൊന്നെന്നറിയണം. ഇതിനകത്ത് അമ്മായിക്ക് CBI അന്വേഷിക്കണം എന്ന് കൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യം ഒരു CBIനെ അന്വേഷിക്കാനായിട്ട് വെച്ച്. പക്ഷെ അതിൽ അമ്മായി ഓക്കെ അല്ല. കാര്യം അമ്മായി കണ്ടിരിക്കുന്ന CBIയിൽ മമ്മൂക്കയില്ല. അമ്മായി പറയുന്നത് വേണ്ട, പിഷാരടിനെങ്കിലും വെച്ചുകൂടൂ, ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ചില ആൾക്കാരുടെ യാത്രയായിട്ട് പറയാൻ പറ്റില്ല, വിചിത്രമായ യാത്രയുണ്ട്. ഈ വിചിത്ര യാത്ര എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും അതേപടി അനുകരിക്കുക. ഇവരുടെ സെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പം മെയിനാണല്ല ചേർത്തല ടു കാശ്മീർ, ആലപ്പുഴ ടു കാശ്മീർ. ഇവന് നമ്മുടെ കൂട്ടുകാരൻ്റെ ആകപ്പാടുള്ള കൈമുതൽ കുറച്ച് ഡ്രസ്സും ഒരു സൈക്കിളുമാണ്. എങ്ങുന്നോ ഒരു ബാഗും കടം വാങ്ങി ഈ ഡ്രസ്സും നിറച്ച് സൈക്കിളും എടുത്തിട്ട് ഒറ്റ വീടിൽ ചേർത്തല ടു കാശ്മീർ. എറണാകുളം വരെ സൈക്കിൾ കിട്ടിയപ്പോൾ കുഴഞ്ഞ ആ സൈക്കിൾ അവിടെ വിറ്റ് ഉണ്ടായിരുന്ന കാശുമായിട്ട് പിന്നെ നടന്ന് തൃശ്ശൂർ വരെ യാത്ര. അപ്പോൾ കാശും തീർന്നു, മനസ്സിലെ മോഹവും തീർന്നു. ഇപ്പം അവിടെ ഊണ് റെഡി എന്നും പറഞ്ഞൊരു ബോർഡും പിടിച്ചൊരു കടയിൽ നിൽക്കുക. അവിടുന്ന് ശമ്പളം കിട്ടിയിട്ട് വേണം KSRTCയിൽ യാത്ര ചേർത്തലയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. വേറെ കുറേ ആൾക്കാർ ഇവര് ലഹരി വിമോചന യാത്ര വലിയ ഫ്ലെക്സൊക്കെ പിടിച്ച് എൻ്റെ വീടിൻ്റെ ഇടവഴിയിലൂടെ നടന്നു പോണു. ഞാൻ ചോദിച്ചു, ചേട്ടോ എങ്ങോട്ടാ? കന്യാകുമാരിന്ന് കാസർഗോട്ടേക്ക്. ഞാൻ പറഞ്ഞു എത്ര കിലോമീറ്റർ നടക്കും? 20 കിലോമീറ്റർ നടക്കും. ഇന്ന് 4 കിലോമീറ്റർ എക്സ്ട്രായാണ്. ഞാൻ പറയാം NH പോയാൽ മതിയായിരുന്നു. ഒരു പാക്കറ്റ് സിഗരറ്റ് തിരക്കി ഇറങ്ങിയതാണ്. അപ്പോഴും കയ്യിൽ ബോർഡ് ലഹരി വിമോചന യാത്ര.
ഇങ്ങനെ യാത്രകൾ ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം രാഷ്ട്രീയക്കാരുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവർക്ക് അണികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് ഭയങ്കര ഘോര പ്രസംഗം. അനേകം വാഹനങ്ങളുമായി നമ്മുടെ നേതാവ് പ്രചരണയാത 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ആരുമില്ല. പുള്ളിക്കാരൻ നേരെ പുള്ളിയുടെ വണ്ടി എടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ കൊണ്ടിട്ട് ക്രോസ് അടച്ചിട്ടിരിക്കുക. ബാഗ് മൊത്തം ഫുള്ള് വണ്ടി എന്ന് പറഞ്ഞു, ടിപ്പർ, കാറ്, BMW എല്ലാം വന്ന് ഇതങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ ഫുള്ളി ഫ്രണ്ടിൽ നിന്ന് അനേകായിരം വണ്ടിയുടെ അകമ്പടിയോട് കൂടി നേതാവ് ആരാധിക്കുകയാണെന്ന് കണ്ടു നിന്ന് വോട്ട് ചെയ്യാൻ വന്ന അമ്മാമ്മ ട്രെയിൻ വരെ മുതലാളി കൊണ്ടുപോകുന്ന നേതാവ് കൊണ്ടുപോകുന്നതാണ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഏട്ടാ ഇത്. അങ്ങനെ പോണൊരു യാത്ര. പിന്നെ നമ്മൾ ജോലി തേടിയുള്ള യാത്ര വേറെ രസം. ജോലി തേടി പോകുമ്പോഴത്തേക്കും നമ്മൾ ജോലി തേടി രാവിലെ കരിങ്കയിലേക്ക് ഇങ്ങനെ കഷത്തി മുണ്ടൊക്കെ കിറ്റൊക്കെ വെച്ചിട്ട് പ്രചോദനം അങ്ങനെ കുറേ സാധനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ലോക്കിൽ തെറ്റപ്പിരിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വന്ന് നിന്നിട്ട് പറയും, എന്താണ് നമ്മളെ എനിക്ക് പണിയുണ്ട്, മുതലാളി എന്നെ വിളിച്ച്. അപ്പം ഞാൻ പണിക്ക് പോകാൻ സെറ്റായപ്പോൾ നമ്മുടെ കൂട്ടുകാരന് പണിയില്ല. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫോണിൽ കോൾ വന്നു, അവൻ്റെ അപ്പച്ചി മരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മുതലാളിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാനിന്ന് വരില്ല, നമ്മുടെ കൂട്ടുകാരൻ്റെ അപ്പച്ചി മരിച്ചു. ഞാൻ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് പണി ഡ്രസ്സും വെച്ച് സെറ്റായി തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവനില്ല. അവനെ വിളിച്ചപ്പോൾ പറയാം, എൻ്റെ പേര് അവൻ പണിക്ക് പോയി, അവൻ അപ്പച്ചിയായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സംഭവം. പിന്നെ ജീവിതയാത്രകളാണ്. ജീവിതയാത്ര എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ആരോട് എന്ത് ചോദിച്ചാലും, ഇപ്പോൾ ദാസേനോട് ചിത്രചേരൊക്കെ ചോദിച്ചാൽ സംഗീതമാകുന്ന യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രചോദനോട് ചോദിച്ചാൽ പറയും 10-20 വർഷമായിട്ട് കല്യാണ ചെക്കനായിട്ട് മാത്രം സിനിമയിൽ യാത്ര ഓടുന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവം പറയും. ഇപ്പം നമ്മുടെ ഇവിടെ ഒരാളുണ്ട് സുരാണൻ സംഗീതയാത്ര തുടങ്ങിയതും സംഗീതയാത്ര അവസാനിപ്പിച്ചതും ഒറ്റ ദിവസം. 41 ഉത്സവത്തിന് മണ്ഡലം മകരവിളക്കിനൊക്കെ പുള്ളിക്ക് ഭജന കൊടുത്തു. അപ്പോൾ പിള്ളേരെല്ലാം കൂടി ഇരുന്നിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് മധുര ഭജന പാടുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പാട്ടാ 2 എണ്ണം അടിച്ചാലേ പാട്ട് വരൂ. പമ്പയിൽ മുങ്ങി ഓഫായി പോയി. പിള്ളേരെല്ലാം പായസം കുടിച്ച് കമ്മിറ്റിക്കാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സെക്രട്ടറി വന്നിട്ട് അമ്പലം അടക്കാൻ വേണ്ടി സുരേ നീ പറഞ്ഞ അപ്പോൾ മൈക്ക് പോലുമില്ല ഫ്രണ്ട്. അന്നത്തെ കൊണ്ട് സംഗീതയാത്രയുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ചേട്ടാ, ഏത് യാത്ര നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും മരണ വീട്ടിലെ യാത്ര നമുക്ക് സങ്കടമാണ്. നമ്മൾ ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഈ സങ്കടം മരണ വീട്ടിലെ യാത്ര മരിച്ച ആൾക്ക് മാത്രമല്ല, പലർക്കും അവസാന യാത്ര ചെയ്യും. കാര്യം മാളിൽ നിൽക്കുന്ന സോനുവിൻ്റെ വല്യച്ഛൻ മരിച്ച് എൻ്റെ സാധനത്തിൽ ഒരു പ്രാസം ഉണ്ടാകും, അത് ഞാൻ ചേർക്കും. മാളിൽ നിൽക്കുന്ന സോനുവിൻ്റെ വല്യച്ഛൻ മരിച്ച്. ഈ പുള്ളിക്ക് ആമക്കളില്ല, ഇവനാണ് കർമ്മം ചെയ്യേണ്ടത്. ഇവൻ്റെ ഇടയ്ക്ക് കർമ്മി നാട്ടുകാർ വാഗെന്ന് പറഞ്ഞ്, എടാ നീ ഷട്ടൂരിട്ടിട്ട് കുളിച്ചിട്ട് വന്ന് കർമ്മം ചെയ്യും. ഇവൻ ഷട്ടൂരില്ല. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന സുനിയണ്ണം പറഞ്ഞ്, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. സുനിയണ്ണം ചെന്നിട്ട് പറഞ്ഞു, ഷട്ടൂര് കർമ്മം ചെയ്യും. ഇവൻ പറഞ്ഞു ഇല്ല. പുള്ളി ദേഷ്യം വന്നിട്ട്, സമയം ഈ സാധനം കത്തിക്കണ്ടേ, ദഹിപ്പിക്കണ്ടേ. പെട്ടെന്ന് ഷട്ട് ഇങ്ങനെ പൊട്ടിച്ച്. പിന്നെ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടി കണ്ണി നിൽക്കിയിരിക്കുക. ഇവിടെ ഗൾഫിൽ പോയ അണ്ണൻ്റെ ഭാര്യയുടെ പേര് നെഞ്ചത്ത് കുത്തിയിരിക്കുക, അക്ക ഉയരം തന്നിട്ടൊരു ഒട്ടക്കാട്ടല്ലാവും. ഇവൻ ഈ പുള്ളി പോകാണ്ട് ഷട്ടടിക്കാൻ പറ്റൂലല്ലോ. അന്നത്തെ കൊണ്ട് പുള്ളി ഗൾഫിലെ പോക്ക് നിർത്തി, ഇവൻ്റെ മാളിലെ പോക്ക് നിർത്തി. ഇവൻ പിന്നെ മുകളിലേക്ക് പോകാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാട്ടുകാർ. പക്ഷേ ഞാനിവിടെ 2 ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു. വരാൻ പറ്റാഞ്ഞ സാഹചര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇതിനകത്തൊരു സംഭവം ചേട്ടാ, നമ്മൾ ഏത് യാത്രക്ക് പോയാലും ഭക്തി, പ്രാർത്ഥന, അതൊക്കെ നമുക്ക് വേണ്ട ഒരു സംഭവം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ 2 ദിവസം മുമ്പ് പരിപാടിക്ക് വരാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പം തന്നെ അമ്മ അമ്പലത്തിൽ പോയി പ്രസാദമായിട്ട് വന്ന് എനിക്കൊരു കുറിയിട്ട് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ച് ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഐശ്വര്യമായിട്ട് പോയിട്ട് വരൂ. ഞാൻ പറഞ്ഞു, അമ്മ പേഴ്സ് എടുക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു പുറകോട്ട് നടക്കണ്ട. അമ്മ കയറിയിട്ട് പേഴ്സ് എടുത്തിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, പേഴ്സ് മാത്രമേ ഉള്ളൂ, അതിലുണ്ടായിരുന്ന 500 രൂപ നിനക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിച്ചു വന്നു, പിന്നെ പോരാ വണ്ടിക്കാശ് വേണ്ടേ. അപ്പോൾ അച്ഛനെ പണിക്ക് വിട്ട് വണ്ടിക്കാശുമായിട്ട് വെയിറ്റ് ചെയ്യാനാണ് താമസിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചിരിയാത്രയിൽ പങ്കുചേരുക. താങ്ക് യു.